നമസ്കാരം. റോഡ് അപകടങ്ങളും പരിക്കുകളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. അപകടമുണ്ടായാൽ ആ സാഹചര്യം എങ്ങനെ നേരിടണം, പ്രാഥമിക ചികിത്സയും എമർജൻസി മെഡിസിനും നൂതന ചികിത്സാ മാർഗങ്ങളും എങ്ങനെയാണ്? നമുക്കിപ്പം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് ആൻഡ് എമർജൻസി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് സന്തോഷ് കുമാറാണ് ചേരുന്നത്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത് റോഡ് അപകടങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളെല്ലാവരും വലിയ തോതിൽ ബോധവാന്മാരാണ്. എങ്കിൽ പോലും ദിനം പ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. എന്തായിരിക്കും കാരണം? ഒന്ന്, നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപകടങ്ങളുടെ എണ്ണം ഇപ്പോഴും ഏകദേശം എല്ലാ വർഷവും 40,000-ന് മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ മരണങ്ങളുടെ കാര്യവും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 4,000-നും 4,500-നും ഇടയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ റോഡുകൾ നന്നാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പരിധി വരെ ആക്സിഡൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ കഴിയുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ഡിവൈഡർ, മീഡിയൻസ് ഉള്ള റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് അങ്ങനെ കുറയ്ക്കാൻ കഴിയുന്നത്. ഹെഡ് ഓൺ കൊളീഷൻ, അതായത് എതിരെ വരുന്ന വാഹനത്തോട് ഉള്ള കൊളീഷൻ, ഡയറക്റ്റ് കൊളീഷൻസ് ഒഴിവാക്കുന്നതിലൂടെയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള പരിക്കുകൾ പലപ്പോഴുമൊക്കെ ഒഴിവാകുന്നത്. അതേസമയം നല്ല റോഡുകളാകുമ്പോൾ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ് കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് റോഡുകളിൽ, ഈ പറയുന്ന നല്ല റോഡുകളാകുമ്പോൾ ഈ പറഞ്ഞ ഈ മീഡിയൻ ഇല്ലാത്ത റോഡുകളിലൊക്കെ പലപ്പോഴും അപകടങ്ങളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോകവ്യാപകമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാര്യങ്ങൾ ഒന്ന് അലക്ഷ്യമായ ഡ്രൈവിംഗ് തന്നെയാണ്. രണ്ടാമത്തത് വേഗത കൂടുമ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മൂന്നാമതായിട്ട് വരുന്നത് മോശമായ റോഡുകളുടെ ഒരു സ്ഥിതിയാണ് പിന്നെയുള്ള ഈ പറയുന്ന റോഡുകളിൽ ഈ പറയുന്ന അപകടങ്ങൾ ഉണ്ടാവാനുള്ള അടുത്ത കാരണമായി കാണിക്കുന്നത്. അതുപോലെ തന്നെ മദ്യപിച്ചിട്ടുള്ള വാഹനം ഓടിക്കുന്നത്, അതുപോലെ തന്നെ ഈ പലപ്പോഴും വേറെ പല കാരണങ്ങളും ഈ റോഡുകളിലൊക്കെ റിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മതിയായ സൈൻ ബോർഡ് ഇല്ലാതിരിക്കുക, ആളുകൾ ഈ പറഞ്ഞ വഴി മാറിപ്പോയിട്ട് തെറ്റായ വഴികളിലൂടെ പോയി റോഡ് നന്നാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ റോഡില്ലാത്ത സ്ഥലങ്ങളിലോ കുഴികളിലൊക്കെ വീഴുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അലാമിംഗ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ സീബ്ര ലൈനിൽ പോയിട്ടുള്ള ആൾക്കാരുടെ മരണം വാസ്തവത്തിൽ ഗണ്യമായിട്ട് കൂടുന്നുണ്ട്. സീബ്ര ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പെഡസ്ട്രിയൻസിന്, കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനമുള്ള അതാണ്. ശരിക്കും നിയമം അനുസരിച്ച് സീബ്ര ലൈനിലേക്ക് കടക്കുന്ന ഒരു കാൽനട യാത്രക്കാരൻ കടന്നു കഴിഞ്ഞാൽ ഇരുഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ നിർത്തി കൊടുക്കുകയും ആ കാൽനട യാത്രക്കാരൻ കടന്നു പോയതിന് ശേഷം മാത്രമേ വാഹനം എടുക്കേണ്ടതുമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഡ്രൈവർമാരൊന്നും അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കുന്നത് വളരെ കുറവാണ്. ഇതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാരും വണ്ടിയിൽ ഈ പറഞ്ഞ റോഡിൽ നടന്നു പോകുന്ന യാത്രക്കാരുടെയും ഈ പരിക്കിൻ്റെ എണ്ണം വളരെയധികം ഇപ്പോൾ കൂടുന്നുണ്ട്. ഈയിടയ്ക്ക് കോടതി തന്നെ ഇടപെട്ട് ഈ സീബ്ര ലൈനിൽ ഈ പറയുന്ന ഒരു നിഷ്കർഷത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. മൊത്തമായി നോക്കുമ്പോൾ കേരളത്തിലെടുക്കുമ്പോൾ വാഹനങ്ങളുടെ പെരുപ്പം, എണ്ണത്തിലുള്ള പെരുപ്പം ഒരു എന്താണ് 1 കിലോമീറ്റർ റോഡിന് അവൈലബിൾ ആയിട്ടുള്ള നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ഒരുപക്ഷെ ഇന്ത്യയുടെ ശരാശരിയേക്കാളൊക്കെ വളരെ മുകളിലാണ്. ഇതിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ അഭാവങ്ങൾ പലപ്പോഴും ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ വളരെയധികം ഈ പറയുന്ന ട്രാഫിക് ഉണ്ടാവുന്നതിൻ്റെ കാരണം തന്നെ
കൃത്യസമയത്ത് ആൾക്കാർക്ക് വണ്ടി പറഞ്ഞ അവരുദ്ദേശിച്ച സ്ഥലത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ എത്തിപ്പെടാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിച്ചാൽ കഴിയാതെ വരികയും അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഈ അൺറിലയബിളായി മാറുകയും അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് കൊണ്ട് അവർ മിക്കവാറും ഈ കാറുകൾ എടുക്കുകയും നമുക്കിപ്പോൾ തന്നെ അറിയാം പലപ്പോഴും ഒരു വീടുകളിലൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ഒക്കെ വീടുകൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു കാറും ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള കാറുകളുള്ള വീടുകൾ വളരെ കോമൺ ആയിട്ട് സുലഭമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന സമയം പോലും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങുന്ന സമയത്താണ്. അത് വൈകുന്നേരം ഏകദേശം 4-5 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, പല നിലവാരത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത് ഈ പറയുന്ന വാഹനങ്ങളുടെ ഓടിക്കുന്നതിനകത്തുള്ള ശ്രദ്ധ കൂട്ടുവാൻ വേണ്ടിയിട്ടും വാഹനങ്ങളുടെ ഒരു റോഡ് ഉപയോഗിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു കൂട്ടായ ശ്രമം സ്കൂളുകളിൽ നിന്ന് തന്നെ, സ്കൂൾ കുട്ടികൾക്ക് തന്നെ പലപ്പോഴും പല രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ ഈ പറയുന്ന നിയമങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കുകയും കാരണം കാൽനടക്കാരന് ഈ വണ്ടി ഓടിക്കുന്നതിന് മാത്രമല്ല വാസ്തവത്തിൽ ഈ പറഞ്ഞ വാഹനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കേണ്ടത് റോഡിൽ ഇറങ്ങുന്ന എല്ലാവരും തന്നെ പലപ്പോഴും ഇത് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് സ്കൂളുകളിൽ വെച്ച് തന്നെ വലിയ തോതിൽ അത് പഠിച്ചുകൊണ്ട് 1-2 തലമുറയിലേക്ക് നമ്മളത് ഇങ്ങനെയൊരു പഠനം നടത്തി കഴിഞ്ഞാൽ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മാറ്റം പലപ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, മെട്രോ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തീർച്ചയായിട്ടും അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ കഴിയുന്നുണ്ട്. വലിയ റോഡുകൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ ഒക്കെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന മീഡിയനുള്ളതും അതുപോലെ സൈഡിൽ നിന്നുമൊക്കെ വേറെ വാഹനങ്ങൾ വരാതിരിക്കാൻ സാധ്യതയുള്ള റോഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതും തീർച്ചയായിട്ടും ഈ പറയുന്ന വാഹനങ്ങളുടെ ഈ അപകടങ്ങളുടെ എണ്ണം വളരെയധികം കുറയ്ക്കാൻ കഴിയും. വാട്ടർ മെട്രോ പോലെയുള്ള വേറെ ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കൃത്യമായിട്ട് എത്തുന്ന, പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് സമയം ബന്ധിതമായിട്ട് എത്തുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ബസ്സുകളടക്കം അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന് കഴിയും. മറുവശത്ത് ഇങ്ങനെ പരിക്കേറ്റൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, ഫസ്റ്റ് എയ്ഡ് എല്ലാവരെയും പഠിപ്പിക്കുക, സ്കൂൾ കുട്ടികളെ മുതൽ എല്ലാവരെയും ഫസ്റ്റ് എയ്ഡ് ഇങ്ങനെയാണ് പഠിപ്പിക്കുക. മാത്രമല്ല ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകുക. ഒരു പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവിടെ എത്തുന്നത് ഒരു പക്ഷേ ആ റോഡിൻ്റെ കവലകൾ സൈഡിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരോ ഇല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്നവരോ, പിന്നിൽ വാഹനം ഓടിക്കുന്നവരോ മുന്നിൽ വാഹനം ഓടിക്കുന്നവരോ മറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കും ആദ്യമായി തന്നെ എത്തുക. പോലീസും ബാക്കി ആംബുലൻസും ഒക്കെ വാസ്തവത്തിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ ഈ ആദ്യം എത്തുന്ന ആൾക്കാർ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അവരൊക്കെ എത്തുക. അപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അപകടം ഉണ്ടായ ആ സമയത്ത് തന്നെ തുടങ്ങേണ്ട ഒരു പരിപാടിയാണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരെയും പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യമായി എത്താൻ സാധ്യതയുള്ള ജനവിഭാഗത്തെ ഡ്രൈവർമാർ, ട്രാഫിക് പോലീസുകാർ, മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന ചുറ്റുപാടുമുള്ള ആൾക്കാർ, കടകളിലെയും കവലകളിലെയൊക്കെ കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ തുടങ്ങിയവരാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പരിശീലിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും പോലീസും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ, നമ്മൾ 108 സംവിധാനങ്ങൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വേണ്ടത്ര
അത് ഈ പറയുന്ന ഒരു വേണ്ടത്ര സംവിധാനം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം എങ്കിലും ഒരു പരിക്കേറ്റ ആൾക്കാരെ അടുത്തുള്ള ആ പരിക്ക് അനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ സംവിധാനം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കേണ്ടതുമുണ്ട്. അതൊരു ഒരു പക്ഷേ നമ്മൾ തോന്നും വലിയ ഒരു ചിലവേറിയ പദ്ധതിയാണെന്ന് തോന്നുമെങ്കിൽ പോലും വിലയേറിയ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പലപ്പോഴും ഒക്കെ വേണ്ടി വരും. നമ്മൾ റോഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അരമണിക്കൂറിനകം ഒരു സ്ഥലത്തേക്ക് അടുത്തുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കേന്ദ്രത്തിലേക്ക് ആംബുലൻസ് തന്നെ എത്തണമെങ്കിൽ അതിനുള്ള ആംബുലൻസിൻ്റെ എണ്ണം വാസ്തവത്തിൽ കൂട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ആശുപത്രികൾ ഈ ഫസ്റ്റ് എയ്ഡോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രാഥമിക ചികിത്സയും ഈ ജീവൻ രക്ഷിക്കാവുന്ന എല്ലാ ഫെസിലിറ്റീസുമുള്ള അങ്ങനെ ഒരു വലിയ ആശുപത്രിയല്ല, പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ആശുപത്രികൾ മിക്കവാറ് വേണം. എയർവേയും ബ്രീത്തിങ്ങും സർക്കുലേഷനും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന ഫസ്റ്റ് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഈ പറയുന്ന ഗോൾഡൻ അവർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ വളരെ പ്രത്യേകതയുള്ളതാണ്. ആ മണിക്കൂറിനകത്ത് കൊടുക്കുന്ന ചികിത്സയാണ് മിക്കവാറും അവർക്ക് ഈ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് അവരെ ഈ പറയുന്ന തിരിച്ച് ജീവിതത്തിലേക്ക് വരുവാനും അഥവാ വന്നാൽ തന്നെ അതിന് വലിയ പരിക്കുകളൊന്നുമില്ലാതെ വലിയ അംഗവൈകല്യമില്ലാതെ പ്രൊഡക്റ്റീവായിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ആദ്യത്തെ 1 മണിക്കൂറിൽ കൊടുക്കുന്ന ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ്. ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. ഒരു കോളർ ചേരുകയാണ്. രവിയാണ് മാഹിയിൽ നിന്നും. രവി, ചോദിച്ചോളൂ. നേരത്തെയൊക്കെ ഞാനൊരു ഡ്രൈവറാണ്. നേരത്തെയൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിരുന്നു. അന്നത്തെക്കാട്ടും വാഹനങ്ങളുടെ ആധിക്യം ഇന്ന് കൂടുതലാണെങ്കിലും ഈ ഫസ്റ്റ് എയ്ഡ് സമ്പ്രദായം ഒന്ന് നിർബന്ധമാക്കിക്കൂടെ സാറേ? പെട്ടെന്നുള്ളൊരു രക്ഷപ്പെടലിനും വലിയ ഒരു ആശ്വാസത്തിനും അതൊരു മാർഗരേഖയായിട്ട് മാറ്റിയെടുത്തുകൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായും താങ്കളുടെ ഈ ഒരു നിർദ്ദേശം വളരെ വിലപ്പെട്ടത് തന്നെയാണ്. ഡ്രൈവർമാരുടെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് മുമ്പൊക്കെ ഈ പറയുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണമെന്നും ഉള്ള ഒരു ക്ലാസ്സും അതിൻ്റെ സർട്ടിഫിക്കേഷനും റെഡ് ക്രോസ് ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ അത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങനെ ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ നമ്മൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നിൽ വരുന്ന ഇല്ലെങ്കിൽ അപകടം പറ്റിക്കഴിഞ്ഞ് വരുന്ന വാഹനത്തിലുള്ള ഡ്രൈവർമാരും ഇല്ലെങ്കിൽ യാത്രക്കാരുമാണ്. പ്രത്യേകിച്ച് എന്തായാലും ഡ്രൈവർമാരും ഇല്ലാതെ വണ്ടി ഓടുകയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഈ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസോട് അനുബന്ധിച്ചിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് അത് ഒരു പ്രാവശ്യം മാത്രം പോരാ. കാരണം ഈ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ അതൊരു സ്കില്ലാണ്, ഇങ്ങനെ ചെയ്ത് പഠിക്കേണ്ട സ്കില്ലാണ്. അപ്പോൾ അത് റീട്രെയിനിങ് പലപ്പോഴും ആവശ്യമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു 5 വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ ഒക്കെ ഈ പറയുന്ന ഈ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് വീണ്ടും നടത്തേണ്ടത് അത് പിന്നെ വലിയ കൂടിയ ട്രെയിനിങ് അല്ല. സാധാരണ നമ്മൾ മുമ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് 3 മണിക്കൂർ ഒരു ഉച്ച വരെയുള്ള ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആണ് പലപ്പോഴും കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാളിൽ കൂടെ ശ്വാസം കൃത്യമായി പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കൽ, ഇല്ലെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യൽ, അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് രക്തസ്രാവം മൂലമാണ് പല അപകടങ്ങളിലും മരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരു പക്ഷേ ഒരു സ്പ്ലിൻറ്റ് വെച്ച് കെട്ടുകയോ ഈ പറഞ്ഞ തുണി കൊണ്ട് അമർത്തിയിട്ട് എലിവേറ്റ് ചെയ്യുകയോ പൊക്കി വെക്കുകയോ
ഒക്കെ ചെയ്താൽ പോലും വലിയ ബ്ലീഡിംഗ് ഒക്കെ ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 3-4 മണിക്കൂറുള്ള ഒരു ട്രെയിനിങ് മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വലിയ തോതിലുള്ള ട്രെയിനിങ് ഒന്നുമല്ല. അപ്പോൾ അത് സന്നദ്ധ സംഘടനകളും മറ്റുമൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകളോ മറ്റുമൊക്കെ ഈ പറയുന്ന വലിയ ചിലവില്ലാതെ അഥവാ പിന്നെ ഫ്രീ ആയിട്ട് പോലും ചെയ്തു കൊടുത്താൽ പോലും വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം സമൂഹം ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെയുള്ളൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് വരാൻ സാധ്യതയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഡ്രൈവർമാർ തന്നെയാണ്. പിന്നിൽ വരുന്നതോ ഇല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് സൈഡിൽ കൂടെ പോകുന്നതുമായിട്ടുള്ള ഇല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഡ്രൈവർമാരും യാത്രക്കാരും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതുപോലെ തന്നെയാണ് പോലീസുകാർ, ട്രാഫിക് പോലീസുകാർ, ഇതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികൾ, കടയിൽ ഈ പറയുന്ന ചുറ്റുമുള്ള നമ്മൾ കേരളത്തിലെടുത്ത് കഴിഞ്ഞാൽ അങ്ങോളം ഇങ്ങോളം നഗരം പോലെ തന്നെയാണ്. അപ്പോൾ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പീടികയോ ഒരു കടയോ ഒക്കെ തീർച്ചയായും കാണാം. ആ കടയുടെ ഓണേഴ്സ്, ആ കട നടത്തുന്ന ആൾക്കാർ, അവിടുത്തെ ജീവനക്കാർ, അവരെ ആയിരിക്കും ഇതുപോലെ വീണ്ടും ഓടിക്കൂടാൻ സാധ്യതയുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെയും ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഒരു CPR, ഒരു ശ്വാസം പോയ ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഹൃദയാഘാതം വന്ന കക്ഷിയാണെങ്കിൽ പെട്ടെന്നൊരു CPR കൊടുത്തിട്ട് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ നൽകിയിട്ട് ആംബുലൻസ് വിളിക്കുകയും ആംബുലൻസ് വരുന്നത് വരെ അവരുടെ ജീവൻ പൊലിയാതെ നോക്കാനും പറ്റുന്ന ഒരു ട്രെയിനിങ് ആണ്. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്പ്ലിൻറ്റിങ്, നേരത്തെ പറഞ്ഞ പോലെ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ശരിയാകുക, ഈ പറഞ്ഞ രക്തസ്രാവം ഒഴിവാക്കാനും അല്ലെങ്കിൽ തടയാനുമുള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ആംബുലൻസ് വിളിച്ചു വരുത്തി, എവിടെയാണ് ആംബുലൻസ് ഉള്ളതെന്ന് വിളിച്ചു വരുത്തി ആംബുലൻസിൽ പെട്ടെന്ന് കയറ്റി അടുത്ത ഒരു സെൻറ്ററിലേക്ക് എത്തിക്കുക. ആ എത്തിക്കുന്നതിന് മുമ്പേ ആ സെൻറ്ററിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞ് ഇന്നൊരു പേഷ്യൻ്റ്, ഇങ്ങനെയുള്ള സ്ഥിതിയിലുള്ള പേഷ്യൻ്റ് വരുന്നതെന്ന് പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനം തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഡോക്ടർ, ഒരു റോഡ് അപകടം നടന്നാൽ ഏറ്റവും പ്രധാനമായി ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളും ഈ അവസരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്? റോഡ് അപകടം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എത്തുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുക. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ എത്താൻ സാധ്യതയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് തൊട്ടടുത്ത പുറകിൽ നിന്നോ ഇല്ലെങ്കിൽ എതിർവശത്തു നിന്നോ വരുന്ന മറ്റ് വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരും ഈ പറഞ്ഞ യാത്രക്കാരും, അതുപോലെ തന്നെ പകലൊക്കെ ആണെങ്കിൽ ആ റോഡിൻ്റെ ഇരുവശത്തുമുള്ള കടകളിലും കവലകളിലും ഒക്കെ ഈ പറഞ്ഞ പീടികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാർ തുടങ്ങിയവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പറയുന്ന റോഡ് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടം പറ്റിയ ആൾക്കാർ ഈ പറയുന്ന കാറിനകത്തോ മറ്റുമാണ് ഉള്ള. കാറും ഉണ്ട്, അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുണ്ട്, സൈക്കിള്, അതുപോലെ തന്നെ ഈ കാൽനട യാത്രക്കാരുമുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് നമ്മൾ അതിനകത്ത് നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ കാൽനട യാത്രക്കാരും ഈ ഇരുചക്ര വാഹനങ്ങൾ ആൾക്കാരുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. മൊത്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർ പലപ്പോഴുമൊക്കെ ഈ ഹെഡ് ഇഞ്ചുറിയാണ്, തലയ്ക്ക് ഉണ്ടാവുന്ന പരിക്കാണ് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഈ ഹെൽമറ്റ് ധരിക്കുക എന്നുള്ളത്, ഹെൽമറ്റ് ധരിച്ചാൽ തന്നെ തലയ്ക്ക് ഏൽക്കുന്ന ക്ഷതം വളരെയധികം കുറയുകയും മരണത്തിനുള്ള മരണത്തിനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞു കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡുകളിലൊക്കെ വളരെ പതുക്കെയാണെങ്കിലും നമുക്ക് ഇത് റീഇൻഫോഴ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
പല പല രീതിയിലുള്ള ചെക്കിങ്ങും സ്നേഹപൂർവ്വമുള്ള നിർബന്ധങ്ങളും സമൂഹത്തിലെ സോഷ്യൽ ആയിട്ടുള്ള പ്രഷർ, സമൂഹത്തിൻ്റെ ഒരു പ്രഷറും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ മിക്കവാറും എല്ലാ ഇരുചക്ര വാഹനത്തിലെയും ആൾക്കാർ ഈ പറയുന്ന ഒരു ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇരുചക്ര വാഹനത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ടിരിക്കുന്നത്. ഈ ഇരുചക്ര വാഹനങ്ങളിലെ പരിക്കുകൾ മിക്കവാറുമൊക്കെ അവർ ഏതെങ്കിലും വണ്ടികളിലേക്കോ, കാരണം ഇരുചക്ര വാഹനം ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്, നമ്മൾ കാറ് പോലെയല്ല. അപ്പോൾ എതിരെ വരുന്ന ഒരു കാറിൻ്റെ വിൻഡസ് ഈ പറഞ്ഞ ആ ഒരു റിയർ വ്യൂ മിറർ ഇടിച്ചാൽ പോലും നമ്മുടെ ഈ വാഹനത്തിൻ്റെ ബാലൻസ് പോവുകയും അത് എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഈ ബാലൻസ് തെറ്റിപ്പോയിട്ട് വീണിട്ടുള്ള പരിക്കുകളാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. അത് വലിയ സ്പീഡിൽ വരുന്ന വാഹനം ഹെഡ് ഓൺ കൊളിഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യമേ ഈ പറയുന്ന ഒരു അപകടം ഉള്ള സീനിൽ നിന്നും അവരെ ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡ് നൽകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക്, അപകടം പറ്റിയ സീനിനകത്ത് വേറെ ഒന്നും ഈ പറഞ്ഞ കത്തുന്നതോ ഇല്ലെങ്കിൽ അപകടം പറ്റുന്നതോ ഇല്ലെങ്കിൽ വൈദ്യുതി ആഘാതം ഏൽക്കുന്നതോ ഒന്നും സംഭവമൊന്നും ഇല്ല എങ്കിൽ അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവരെ ഈ പറയുന്ന നിവൃത്തിക്കെടുത്തിയിട്ട് നമ്മുടെ ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഈ ഇപ്പോഴത്തെ മുമ്പത്തെ ആണെങ്കിൽ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് ഈ ABC ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് പ്രോട്ടോക്കോളിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ രക്തസ്രാവം ഉണ്ടായിട്ടാണ് മിക്കവാറും ഒക്കെ മരണം സംഭവിക്കുക. അപ്പോൾ ആദ്യമായി തന്നെ രക്തസ്രാവം ഉണ്ടെങ്കിൽ തന്നെ രക്തം ഇങ്ങനെ ചീറ്റി പോകുന്നതാണെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ മിക്കവാറും ഒക്കെ തുണിയോ ഇല്ലെങ്കിൽ ഷർട്ടിൻ്റെ തുണിയോ ഇല്ലെങ്കിൽ സാരിയോ ഇല്ലെങ്കിൽ ടവലോ കിട്ടുന്ന എന്തെങ്കിലും ആണെങ്കിൽ പോലും അത് ആ പരിക്കേറ്റ ഈ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്ന സ്ഥലത്തേക്ക് അമർത്തി പിടിക്കുക. കയ്യോ കാലോ ആണെങ്കിൽ അത് എലിവേറ്റ് ചെയ്ത് ഹാർട്ടിന് മുകളിലേക്കുള്ള ഒരു ഒരു ഹൈറ്റുള്ള സ്ഥലത്തേക്ക് എലിവേറ്റ് ചെയ്തുകൊണ്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മിക്കവാറും എല്ലാ അപകടം ഈ പറഞ്ഞ ഇത് സംഭവം ഒരു മിക്കവാറുമുള്ള ഒരു രക്തസ്രാവമൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും കുറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ടൂർണിക്ക് ഈ പറഞ്ഞ ഇപ്പോൾ കിട്ടുന്ന നമ്മൾ കൈ കിട്ടുന്ന സാധനമല്ല, ഈ മിക്കവാറും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളിലൊക്കെ മിക്കവാറും ഒക്കെ ഒരു ടൂർണിക്കയുണ്ട്. ആ ടൂർണിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പഠിക്കേണ്ടി വരും. ആ ടൂർണിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ഈ രക്തക്കുഴൽ ടൈറ്റായിട്ട് അമർത്തി പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ടൂർണിക്ക ഉണ്ടാവുന്നത്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള അടുത്ത ഒരു സംഭവമായിട്ട് മാറുന്നത്. ഇനി ഈ പറയുന്ന എയർവേ, നമ്മൾ ഈ പറയുന്ന ബ്രീത്തിങ്, ശ്വാസം അകത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ പറയുന്ന കഴുത്തൊക്കെ ഈ നമ്മൾ സൈഡിലോട്ട് മാറിയിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കഴുത്തൊന്ന് ശരിക്കും ഈ പറഞ്ഞ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രഷർ കൊടുത്ത് ഒരു ചെറിയൊരു പുള്ള് കൊടുത്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ, നിവർത്തി വെച്ചിട്ട് ഈ പറയുന്ന ജോ ത്രസ്റ്റോ ചിൻ ലിഫ്റ്റോ എന്ന് പറയുന്ന 2 മെനുവേഴ്സ് ഉണ്ട്. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഈ പറയുന്ന നാക്ക് പോയി ഈ പറയുന്ന ഈ ശ്വാസനാളിയിലേക്ക് മറിഞ്ഞു വീണിട്ട് അത് ശ്വാസതടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യത വളരെയധികമുണ്ട്. അതും ചെറിയൊരു ട്രെയിനിങ് അതിനകത്ത് അത്യാവശ്യമാണ്. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി നോക്കേണ്ടതാണ്. ഇതിനിടയിൽ ഈ അപകടം പരിക്കേറ്റ ആൾക്കാർ ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 108 അല്ലെങ്കിൽ ആരെയും വിളിച്ചിട്ട് 108 വിളിച്ച് ഇല്ലെങ്കിൽ അടുത്ത ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസ് എത്തിക്കാനുള്ള ശ്രമം നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൾസ് നോക്കുക, കരോട്ടിഡ് പൾസ് നോക്കിയിട്ട് ആ പൾസ് കിട്ടുന്നില്ല എങ്കിൽ ഈ പറയുന്ന CPR, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അത് ഈ നമ്മുടെ ബ്രെയിനിലേക്കും പ്രത്യേകിച്ച് ഹാർട്ടിലേക്കുമുള്ള രക്തചംക്രമണം കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബ്രെയിനിലേക്കുള്ള രക്തചംക്രമണം കുറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ബ്രെയിൻ അങ്ങ് ഈ പറഞ്ഞ അതിൻ്റെ ഒരു ഫങ്ഷൻ ഇല്ലാതായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഹാർട്ടിലെ നമ്മൾ ഈ പറഞ്ഞ നെഞ്ചിലേക്ക് അമർത്തിയിട്ട് കൃത്യമായിട്ട് ആ ഒരു സീക്വൻസിൽ അമർത്തിയിട്ട് അത് രക്തം ഈ പറയുന്ന ബ്രെയിനിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് CPR എന്ന് പറയുന്ന ഒരു മാന്യുവർ. CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ വഴി ചെയ്യുന്നത്. അത് നമ്മൾ അതും ഇതുപോലെ തന്നെ മാനിക്കൻസ് വെച്ചിട്ട് പരിശീലിക്കേണ്ടതാണ്. പരിശീലിക്കുക മാത്രമല്ല, വീണ്ടും റിപ്പീറ്റഡായിട്ട് അത് പരിശീലിച്ച് അത് ശരിയായ തന്നെ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതും അത് റീസർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുമാണ്. പിന്നെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലുള്ള സ്പ്ലിൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കയ്യിലും കാലിലും അതുപോലെയൊക്കെ തന്നെ പല രീതിയിലുള്ള അത് ഈ നേരത്തെ പറഞ്ഞ രക്തചംക്രമണം ശരിയായി നടക്കുവാനും വേദന കുറയുവാനും പിന്നെ ഒരു അധികം പരിക്കുകൾ ഇല്ലാതാക്കുവാനുള്ള സാധ്യത പലതുണ്ട്. അതിപ്പോൾ 2 കാലുകൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ചെയ്യാം, കാർഡ്ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, ഏതെങ്കിലും സ്പ്ലിൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, പലക ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം, പല രീതിയിൽ. അതുപോലെ കയ്യിലാണെങ്കിൽ ഈ പറയുന്ന ന്യൂസ് പേപ്പർ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. പല രീതിയിൽ തന്നെ ഈ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് നടത്താൻ പോവുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിക്കവറി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ചരിച്ചുള്ള ഒരു റിക്കവറി പൊസിഷനിൽ കിടത്തുകയും ശ്വാസം ശ്വാസം അകത്തേക്ക് വലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. ഇതിനിടയ്ക്ക് തീർച്ചയായിട്ടും ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ ആംബുലൻസിലേക്ക് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുകയും ബാക്കിയുള്ള ചികിത്സ ഈ ആംബുലൻസിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ എയർവേയും നമ്മൾ ശ്വാസം വലിക്കുന്ന സംവിധാനവും ഒക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലായിട്ടുള്ള ആൾക്കാരും അതിനുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ തീർച്ചയായിട്ടും ഒരു ആംബുലൻസിലുണ്ടാവും. അപ്പോൾ ആംബുലൻസിൽ നിന്ന് കുറച്ചുകൂടെ ഓക്സിജൻ അടക്കമുള്ള ചികിത്സ ലഭിക്കും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ആംബുലൻസ് അടുത്ത ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു മൊത്തം ഈ ഒരു അപകടം പറ്റി കഴിഞ്ഞ ആൾക്കാരെ രക്ഷിക്കാനുള്ള ഒരു ചെയിൻ ഓഫ് ഈവൻസ് വാസ്തവത്തിൽ ഇങ്ങനെയാണ് നമുക്ക് അത് കാണാൻ കഴിയുക. വ്യക്തമാണ് ഡോക്ടർ. സമയപരിധി മൂലം ഞാൻ ഇടപെടുകയാണ്. റോഡ് അപകടങ്ങളും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിച്ചത്. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപെഡിക്സ് ആൻഡ് എമർജൻസി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ SS സന്തോഷ് കുമാറാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഡോക്ടർ, നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു.